പോകുന്നതാണ്. ലൈറ്റ് റൈഡ് നമ്മൾ കണ്ടു തീർത്തു. ഇനിയിപ്പോ നമുക്ക് ബ്ലെനിം പാലസിനുള്ളിലേക്ക് പോകാം. പാലസിനുള്ളിൽ കുറെ ലൈറ്റിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ട്. ഇതിപ്പോ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് നമ്മുടെ സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്ന് പറഞ്ഞ ഒരു അടിപൊളി കാഴ്ചയൊക്കെ ഉണ്ട്. നമുക്ക് ഉള്ളിൽ പോയി കാണാം. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്ലെനിം പാലസിന്റെ ഫ്രണ്ടിലെത്തിയേക്കാണ്. ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് ഡെക്കറേഷൻസും അങ്ങനെ പ്രൊജക്ടർ ലൈറ്റ് ഒക്കെ വെച്ചിട്ട് ഭയങ്കര സെറ്റപ്പാണ് ഫ്രണ്ടിൽ തന്നെ. കുറേ നേരം ഞങ്ങൾ ഇവിടെ കണ്ടു നിന്നു. അത് കഴിഞ്ഞ് ഇനി അകത്ത് നമുക്ക് സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ സ്റ്റോറിയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ കഥ അറിയാൻ പാടില്ലാത്തവർ കൂടെ കേട്ടോളാം. ഞാൻ അതും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഇപ്പോൾ പണ്ട് ഒരു രാജകൊട്ടാരത്തിൽ ഒരു നല്ലൊരു രാജാവും രാജ്ഞിയും ഉണ്ടാകും. അവിടെ ഫുൾ ഹാപ്പിനെസ് ആയിരുന്നു. ആകപ്പാടെയുള്ളൊരു സങ്കടം അവർക്ക് ഒരു കൊച്ചില്ല എന്നുള്ളതായിരുന്നു. അങ്ങനെ വളരെയേറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം അവർക്കൊരു കൊച്ചുണ്ടാവുകയാണ്. അത് ഒരു രാജകുമാരിയാണ് കേട്ടോ. ആ സന്തോഷം എല്ലാവരെയും അറിയിക്കാനായിട്ട് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തു. എല്ലാവരെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഫെയറീസിനെയും വിളിച്ചു. പക്ഷെ ഈ ഒരു ഫെയറീനെ വിളിക്കാൻ മറന്നു. ഈ ഫെയറിയുടെ പേരാണ് ബ്ലാക്ക് ഫെയറി. അങ്ങനെ ഇൻവൈറ്റ് ചെയ്ത് എല്ലാവരും വന്നു. അവരുടെ ഗിഫ്റ്റും കൊടുത്തു. ഇനി ഫെയറീസിൻ്റെ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ടൈമാണ്. ഫെയറീസിൻ്റെ ഗിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മാജിക്കലായിട്ടുള്ള ഗിഫ്റ്റുകളാണ് കേട്ടോ. ബ്യൂട്ടി, ഹാപ്പിനെസ്, അങ്ങനെ ഓരോന്നായിട്ട് കൊടുത്തു. അവസാനത്തെ ഫെയർ ഗിഫ്റ്റ് കൊടുക്കാൻ സമയമായപ്പോഴേക്കും നമ്മുടെ ബ്ലാക്ക് ഫെയറി പ്രത്യക്ഷപ്പെട്ടു. ബ്ലാക്ക് ഫെയറി വന്നപ്പോഴാണ് രാജാവ് മനസ്സിലാക്കിയത്, അയ്യോ ബ്ലാക്ക് ഫെയറിനെ ഇൻവൈറ്റ് ചെയ്തില്ലല്ലോ. രാജാവ് ക്ഷമ പറഞ്ഞു. അപ്പോൾ ബ്ലാക്ക് ഫെയറി പറഞ്ഞു, എന്തായാലും വന്നതല്ലേ, ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ട് പോയേക്കാം. രാജകുമാരിക്ക് ബ്യൂട്ടിയും ഹാപ്പിനെസ്സും എല്ലാം ഉണ്ടാവും. പക്ഷെ 16ാമത്തെ ബർത്ത്ഡേ അന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഒരു സൂചി വെച്ചൊരു കുത്ത് കിട്ടും. അപ്പോൾ രാജകുമാരി മരിക്കുന്നു. അങ്ങനെ ആ കൊട്ടാരത്തിലെ തയ്യൽ മെഷീനും സൂചി പോലെ തോന്നുന്ന എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്കുന്ന സീനാണ് ഈ കാണുന്നത്. നമ്മുടെ ലാസ്റ്റ് ഫെയറിയുടെ ഗിഫ്റ്റ് ഇപ്പോഴും വെയിറ്റിംഗ് ആണ്. പക്ഷേ ബ്ലാക്ക് ഫെയറിയുടെ അത്ര പവർഫുൾ അല്ല ഈ ഫെയറി എന്നുള്ളതുകൊണ്ട് ആ കേഴ്സ് എടുത്ത് മാറ്റാൻ ഈ ഫെയറിക്ക് പറ്റില്ല. പക്ഷെ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുത്തു. 16ാമത്തെ ബർത്ത്ഡേ അന്ന് സൂചി കൊണ്ടൊരു കുത്ത് കിട്ടുകയാണെങ്കിൽ മരിക്കുന്നതിന് പകരം നമ്മുടെ രാജകുമാരി ഒരു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകും. പിന്നെ ആ ഡീപ്പ് സ്ലീപ്പിൽ നിന്ന് എനിക്കാൻ വേണ്ടി ഒരു ട്രൂ ലവിൻ്റെ കിസ്സാണ് വേണ്ടത്, അതും ഒരു രാജകുമാരൻ്റെ കയ്യിൽ. അങ്ങനെ ഈ പറഞ്ഞ പോലെ രാജകുമാരി വളർന്ന് 16 വയസ്സായി. 16ാമത്തെ ബർത്ത്ഡേ അന്ന് ആഘോഷമൊക്കെ കഴിഞ്ഞ് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് രാജകുമാരിനെ രാജകൊട്ടാരത്തിൻ്റെ ഉള്ളിൽ ജനലും വാതിലും ഒന്നുമില്ലാത്തൊരു റൂമിൽ അടച്ചിടുകയാണ്. രാജകുമാരിയാണെങ്കിൽ ഈ പ്രായമല്ലേ, പുറത്തിറങ്ങാൻ ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ബ്ലാക്ക് ഫെയറി ഒരു ഗോൾഡൻ ഡോറ് അവിടെ ഉണ്ടാക്കുന്നത്. ഗോൾഡൻ ഡോറിൻ്റെ അപ്പുറത്ത് എന്തൊക്കെയോ സൗണ്ടും കേൾക്കുന്നുണ്ട്. ഡോറ് തുറന്ന് അപ്പുറത്ത് എത്തിയപ്പോൾ അവിടെ ഒരാൾ നെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് സൂചി ഇരിക്കുന്നുണ്ട് അവിടെ. അങ്ങനെ ആ സൂചിയിൽ അറിയാതെ പോയി നമ്മുടെ രാജ്ഞിയുടെ കൈ കൊണ്ട് രാജ്ഞി അവിടെ മയങ്ങി വീഴാണ്. ഇതറിഞ്ഞു വരുന്ന രാജാവും രാജ്ഞിയും രാജകുമാരിനെ ഒരു ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഉടുപ്പിച്ച് ഒരു കട്ടിലിൽ നല്ല ഭംഗിയിൽ കിടന്നു. എന്നിട്ട് നമ്മുടെ ഫെയറീസിനോട് പറഞ്ഞു, ഈ സങ്കടം വേറെ ആരും അറിയണ്ട, അതിനുവേണ്ടി എല്ലാവരെയും ഉറക്കിക്കളയാൻ പറഞ്ഞു. അങ്ങനെ രാജകൊട്ടാരത്തിലും അതിൻ്റെ ചുറ്റുമുള്ള എല്ലാവരെയും ഈ ഫെയറീസ് അങ്ങ് ഉറക്കി. രാജാവിനെയും രാജ്ഞിനെയും ഭടന്മാരെയും അവിടെ പാചകം ചെയ്യുന്നവരെ എല്ലാവരെയും ഉറക്കി. അങ്ങനെ ഒരു 100 വർഷം അതേ പ്രായത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ആ കൊട്ടാരത്തെയാണ് നമ്മൾ ഇത്രയും നേരം കണ്ടത്. അങ്ങനെ 100 വർഷത്തിന് ശേഷം ഒരു രാജകുമാരൻ ആ കൊട്ടാരത്തിൻ്റെ മുന്നിൽ കൂടെ പോവുകയാണ്. അപ്പോൾ ആ കൊട്ടാരത്തിൻ്റെ കഥ കേട്ടിട്ട് ഈ കാട് പിടിച്ച് കിടക്കുന്ന കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ കയറി ആ രാജകുമാരിനെ കാണാൻ ആ രാജകുമാരന് തോന്നുകയാണ്. അങ്ങനെ കാടും പള്ളയും പിടിച്ച് കിടക്കുന്ന ആ കൊട്ടാരത്തിലേക്ക് നമ്മുടെ രാജകുമാരൻ വഴിയുണ്ടാക്കി ആ ചെടികളും മരങ്ങളും ഒക്കെ വെട്ടിമാറ്റി അകത്തോട്ട് കയറുന്ന സീനാണ് നമ്മൾ ഇവിടെ കാണുന്നത്. രാജകുമാരൻ കൊട്ടാരത്തിൽ കയറി കഴിയുമ്പോൾ കൊട്ടാരം മൊത്തം കാട് പിടിച്ച് ഭടന്മാരും എല്ലാവരും അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അങ്ങനെ രാജകുമാരിയുടെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ രാജകുമാരിയുടെ ബ്യൂട്ടി കണ്ടിട്ട് രാജകുമാരന് രാജകുമാരിയോട് പ്രണയം തോന്നുന്നു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അങ്ങനെ ആ ട്രൂ ലവോടുകൂടി രാജകുമാരൻ രാജകുമാരിയുടെ നെറ്റിയിലൊരു മുത്തം കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ രാജകുമാരിയും രാജകൊട്ടാരവും മൊത്തം ഉണരുന്നു. അങ്ങനെ നമ്മുടെ രാജകുമാരൻ രാജകുമാരിനെ കല്യാണം കഴിച്ചു കൊടുക്കാവോ എന്ന് ചോദിക്കുകയാണ്. എല്ലാവരും സമ്മതിക്കുന്നു. പിന്നെ അവിടെ ഒരു ഹാപ്പി മൂഡാണ്, ഹാപ്പി എൻഡിങ്. അവർ കല്യാണം കഴിച്ച് ലീവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ എന്ന് പറയുന്ന ഒരു അടിപൊളി സ്റ്റോറിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ കഥയൊക്കെ കഴിഞ്ഞു, കണ്ടൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പയ്യെ പുറത്തോട്ട് ഇറങ്ങുകയാണ്.
സ്ലീപ്പിംഗ് ബ്യൂട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഭയങ്കര അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല വണ്ടർഫുൾ ആയിരുന്നു. നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഉള്ളിലെല്ലാം കാണാൻ വേണ്ടിയിട്ട്. ഓരോ ഫെയറിയുടെ ഒക്കെ ഒരു വെച്ചേക്കുന്നത് എന്ത് രസമായിരുന്നു എന്നറിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.